പരിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ ഇത്തിക്കാഫിന്റെ നെയ്യത്തോടുകൂടി പരിശുദ്ധ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 2-3 നോമ്പുകൾ മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. ബാക്കിയായ നോമ്പ് രണ്ടെണ്ണമായി അല്ലെങ്കിൽ 3 അവസാനിക്കുമ്പോൾ വിശ്വാസിക്ക് ബാക്കിയാവേണ്ട ചിന്തകൾ എന്താണ്? അല്ലെ, ആലോചിക്കുമ്പോൾ തന്നെ നമ്മിൽ പലരും സങ്കടത്തിലാണ്. പലർക്കും വിഷമമുണ്ട്. അല്ലാഹുവുമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ആവേശം, ആ ആവേശത്തിന്റെ നാളുകളാണ് വിട പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവർ വിട പറയുമ്പോഴുണ്ടാകുന്ന ഒരു നൊമ്പരം, ഒരു വിങ്ങൽ, ഒരു വേദന വിശ്വാസികളുടെ ഏറ്റവും ദുർബലമായ ഒരു മേഖലകളിൽ ജീവിക്കുന്ന നമുക്ക് പോലും ഉണ്ടാകുന്നുവെങ്കിൽ ഈ റമദാൻ ഇസ്ലാമിക സമൂഹത്തിന് ഏൽപ്പിക്കുന്ന ഇമ്പാക്ട് എന്താണ്? അള്ളാഹുവിന്റെ ഈ ഷഹറുള്ളയുണ്ട്, ഈ മാസം കൊണ്ട് ഇസ്ലാമിക ഉമ്മത്തിലുണ്ടാക്കുന്ന ദീനീപരമായിട്ടുള്ള ആവേശങ്ങൾ അതില്ലാതാകുമല്ലോ എന്ന വേദനയാണ് നമ്മിൽ പലരെയും അലട്ടുന്നത്. അതുകൊണ്ട് ഉള്ളിൽ കനലെരിയുന്ന മനസ്സോടുകൂടി, കരള് കരിയുന്ന ആത്മനൊമ്പരത്തോടുകൂടി അല്ലാഹുവിനോടെ കുറിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പടച്ചവനെ, എടുത്ത നോമ്പ്, ഇബാദത്തുകൾ, ആരാധനകൾ, ഖിയാമുൽ ലൈലുകൾ, നമസ്കാരങ്ങൾ, ദുആകൾ, അല്ലാഹുവിന് വേണ്ടി നമ്മൾ നടത്തിയ ദിക്റുകൾ എല്ലാം പടച്ചവൻ സ്വീകരിക്കുമോ? ദുർബലനായ ഞങ്ങൾ ചെയ്ത ഈ പുണ്യങ്ങളെ പടച്ചവനെ നീ സ്വീകരിക്കുമോ എന്ന വേദനയാണ് പരിശുദ്ധ റമദാനിലെ വിട പറയുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളുടെ ഉള്ളിൽ ബാക്കിയായിട്ടുണ്ടാകേണ്ടത്. ഇബാദത്തുകൾ സ്വീകരിക്കുമോ എന്ന വേദനകൾ, ഉൾഭയങ്ങൾ, ഉൾക്കിടിലങ്ങൾ ആർക്കാണ് ഉണ്ടാകേണ്ടത്? അത് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അത് പാപികൾക്കുണ്ടാകേണ്ടതല്ല. അല്ലാഹു അമലുകൾ സ്വീകരിക്കുമോ എന്ന ഉൾഭയവും ഉൾക്കിടിലവും വിശ്വാസികൾക്കാണ് ഉണ്ടാകേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജിലത് അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ആരെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആളുകൾ, ചെലവഴിക്കാത്തവരെ കുറിച്ചല്ല. ഇസ്ലാമിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന മനുഷ്യരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് പറയാണ്. വല്ലദീന യുഅ്തൂന മാ അതൗ മാ ആതൗ. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ നൽകുമ്പോ സക്കാത്തായിട്ടും സദഖയായിട്ടും
സേവന പ്രവർത്തനങ്ങളായിട്ടും റിലീഫായിട്ടും ഒക്കെ അവർ നൽകുന്നുണ്ടല്ലോ. ഈ നൽകുന്ന ആ മനുഷ്യരുടെ മനസ്സെന്താണ്? വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയം ഉൾക്കിടലം കൊള്ളും, ഉൾഭയമുണ്ടാകും. വിറക്കുന്ന മനസ്സോടുകൂടിയാണ് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. എന്താണ് അങ്ങനെ ചെലവഴിക്കാൻ കാരണം? അന്നഹും ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. റമളാൻ മടങ്ങിപ്പോയാലും റമളാൻ മടങ്ങിപ്പോകുന്നതോടുകൂടി അവസാനിക്കുന്നതല്ല ഇസ്ലാമിന്റെ ദീൻ, റബ്ബുമായിട്ടുള്ള നമ്മുടെ ബന്ധം. നമ്മൾ റമളാനികളല്ല, റബ്ബാനികളാകണം. അതാണ് റമളാന്റെ ആഹ്വാനം. റബ്ബിന്റെ കലാമായിട്ടുള്ള ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധങ്ങളിൽ നിന്നാണ് റബ്ബാനികൾ ഉണ്ടാകുന്നത്. റബ്ബിന്റെ കലാമുമായിട്ടുള്ള നമ്മളുടെ ബന്ധം അല്ലെ? വാപ്പയുടെ വസിയത്ത്, ഉമ്മയുടെ വസിയത്തൊക്കെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അമൂല്യമായി സൂക്ഷിക്കുന്ന നമ്മളോട്, ഉമ്മയെയും ഉപ്പയെയും നമ്മളെയും ഒക്കെ സൃഷ്ടിച്ച പടച്ചതമ്പുരാന്റെ വസിയത്തും ഹിദായത്തും അല്ലെ, അതെങ്ങനെ സൂക്ഷിക്കണം അല്ലെ? അത് ജീവിതത്തിന്റെ പ്രകാശമായി നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവിനോട് അതിനാൽ നമുക്ക് ഭയമുണ്ടാകും, പടച്ചവനിലേക്ക് മടങ്ങണമല്ലോ. അന്നഹും ഇലൈഹി റാജിഊൻ, അമലുകൾ ചെയ്യുമ്പോഴും ഉൾക്കിടലത്തോടുകൂടി ഉൾഭയത്തോടുകൂടിയാണ് അവർ ചെലവഴിക്കുക. ഈ ആയത്ത് ഓതി കേട്ടപ്പോ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിൻ റസൂലേ, ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഇസ്ലാമിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴും ഭയന്ന് വിറച്ച് ഉൾക്കടലത്തോടുകൂടി ചെലവഴിക്കുന്നവർ ആരാണവർ? എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ സംശയം ചോദിച്ചു, അഹുവ റജുലുൻ യസ്നി വയസ്രിഖു വയശ്റബുൽ ഹംർ, വ്യഭിചരിക്കുന്ന ആളെക്കുറിച്ചാണോ ഈ പറയുന്നത്? കള്ളു കുടിക്കുന്ന ആളുകളെ കുറിച്ചാണോ? മദ്യപിക്കുന്നവരാണോ? മദ്യപിച്ച് ജീവിച്ച് വ്യഭിചരിച്ച് ജീവിച്ച് അതുപോലെ തന്നെ മോഷണം നടത്തി ജീവിച്ച് എന്നിട്ട് അള്ളാന്റെ മാർഗത്തിൽ വല്ലപ്പോഴും ചെലവഴിക്കുമ്പോ അവർ പേടിച്ചു വരച്ചു പോകുന്നതിനെ കുറിച്ചാണോ അള്ളാഹുവിന്റെ റസൂലെ ഈ പറയുന്നത് എന്ന് വലിയ ഉൾക്കിടലത്തോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. റസൂല് പറഞ്ഞ മറുപടിയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനൻ ഹബീബായ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി നമ്മുടെയൊക്കെ വേദനകൾ ഉണ്ടാക്കേണ്ട മറുപടിയാണ്. ഖാലയ ഇബ്നത അബീബക്കർ, അബീബക്കറിന്റെ മകളെ റസൂൽ വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിസ്മയത്തോടുകൂടി മറുപടി പറയാണ്, അബൂബക്കറിന്റെ പ്രിയ പുത്രി, അല്ലാഹ് ഈ പറയുന്നത് എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകളെ കുറിച്ചാണ്. യസൂമു, നോമ്പെടുക്കുന്ന, വയുസല്ലി, നമസ്കരിക്കുന്ന, വയതസദ്ദഖു, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന മനുഷ്യരാണ്. എന്നിട്ടും അവർക്ക് ഉൾഭയമാണ്, ഉൾക്കിടിലമാണ്. എന്താണ് കാരണം? റസൂൽ അതിനെ വിശദീകരിച്ചു, പൂരിപ്പിക്കുകയാണ്. വയഖാഫു അൻ യതഖബ്ബല മിൻഹു, ഇതല്ലാഹ് സ്വീകരിക്കോ? ഞാൻ ചെയ്ത നോമ്പ്, ഞാൻ ചെയ്ത ഇബാദത്ത്, ഞാൻ കൊടുത്ത സക്കാത്ത്, ഞാൻ കൊടുത്ത സദഖ അല്ലാഹ് സ്വീകരിക്കോ? റമളാന്റെ അവസാനമാകുമ്പോ സദഖ കൊടുത്ത് തളർന്നുപോയി എന്ന് പറയുന്നതിന് പകരം കൊടുത്ത സദഖകൾ അല്ലാഹ് സ്വീകരിക്കുമോ എന്നോർത്ത് ഉൾഭയുണ്ടാകുമ്പോ റമളാൻ അവസാനിക്കുമ്പോ അല്ലാഹുവിന്റെ കൽപ്പന എന്താണ്? ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണ് അല്ലെ? കൊടുത്തു തളർന്നു പോകുന്ന ദീനിനെ കുറിച്ചല്ല, കൊടുത്തു വളർന്ന് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന ദീനിനെ കുറിച്ചാണ്, ആത്മീയതയെ കുറിച്ചാണ്, ഇബാദത്തിനെ കുറിച്ചാണ് അള്ളാന്റെ റസൂലും ഇസ്ലാമും നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ? സക്കാത്ത് കൊടുത്ത് സ്വതക്കകൾ കൊടുത്ത് തളർന്നുപോയി, പോക്കറ്റ് കാലിയായി, ടാർഗറ്റ് പൂർത്തിയായി, ഫണ്ട് അവസാനിച്ചു എന്ന് പറയുന്ന നമ്മളോട് ശവ്വാൽ പിറവി കാണുമ്പോഴും വീണ്ടും അല്ലാഹ് കൽപ്പിച്ചത് ഫിത്ർ സക്കാത്ത് കൊടുക്കാനാണ് അല്ലെ? 160 രൂപ ഒരാൾ കുടുംബത്തിൽ എത്ര പേരുണ്ട്? അവർക്ക് കൊടുക്കണം. ശവ്വാലിന്റെ പിറവി കാണുമ്പോ ജനിക്കുന്ന കുഞ്ഞിന് പോലും കൊടുക്കണം. ഞാനെടുത്ത ഇബാദത്തിന്റെ പോരായ്മകൾ
ഞാനെടുത്ത നോമ്പിന്റെ പ്രശ്നങ്ങൾ, ഞാൻ ചെയ്ത ഇബാദത്തുകളിൽ ഉണ്ടായിട്ടുള്ള സ്ഖലിതങ്ങൾ അതുകൂടി പരിഹരിക്കണം. മനോഹരമായിട്ടാണ് റസൂല് പറഞ്ഞത്. നോമ്പുകാർക്ക് ശുദ്ധീകരണമാണ്, അല്ലെ? നോമ്പുകാരന് വീണ്ടും ശുദ്ധീകരണം. പടപ്പുകൾക്ക് ഭൗതികമായ ബന്ധം നമ്മളുമായിട്ട് ക്ഷേമത്തിന്റെ ബന്ധം ഉണ്ടാകണം, അള്ളാഹുവുമായിട്ട് മോക്ഷത്തിന്റെ ബന്ധം ഉണ്ടാകണം, അല്ലെ? അപ്പൊ കൊടുത്തു തളരുന്ന മനസ്സല്ല ഉണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു വളരുന്ന ഒരു മനസ്സുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ കൊടുക്കുമ്പോഴും ഉൾക്കിടലുണ്ടാകണം. പടച്ചോനെ ഇത് സ്വീകരിക്കോ, അല്ലെ? എന്നിട്ട് അള്ളാഹു ചേർത്ത് പറഞ്ഞ ആയത്ത് അതാണ് കുറച്ചുകൂടി നമ്മുടെ ഉള്ളു പൊള്ളിക്കുന്നത്, നമുക്ക് വേദന ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളുകൾ കൊണ്ട് വായിക്കേണ്ട ആയത്താണ് അള്ളാഹു പിന്നീട് പറയുന്നത് ഈ വിശ്വാസികളെ കുറിച്ച്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അല്ലെ? അവർ ഖൈറാത്തിന് വേണ്ടി മത്സരിക്കുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, ആ നന്മകളുടെ ചാമ്പ്യൻ പട്ടം കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നവരാണ് ഈ വിശ്വാസികൾ. മനസ്സിൽ ഉൾക്കടലമുള്ള, ചെലവഴിക്കുമ്പോഴും ഉൾഭയമുള്ളവരുടെ സ്വഭാവം എന്താണ്? ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, കൊടുത്തു തളരുകയല്ല, അവര് മത്സരിക്കുകയാണ്. പുണ്യങ്ങളുടെ മത്സരയോട്ടങ്ങളിൽ ഒന്നാമനാകാൻ, ചാമ്പ്യൻ പട്ടം കിട്ടാൻ, അല്ലെ? എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മനസ്സ്? ദീനീ മാർഗത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെ? ദുനിയാവിൽ നമ്മൾ മത്സരിച്ചിട്ടുണ്ടാകും. അപ്പുറത്തെ ആള് വീട് വെച്ചു, നല്ല വീടാണ്, എന്ത് നല്ല വീടാണ്, അദ്ദേഹത്തെ പോലെ എനിക്കും ഒരു വീട് വെക്കണമല്ലോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ആൾ കല്യാണം നടത്തി, അതിനേക്കാൾ മനോഹരമായ കല്യാണം നടത്തണം, അല്ലെ? ദുനിയാവിന് വേണ്ടി നമ്മൾ മത്സരിച്ചിട്ടുണ്ട്. അയൽവക്കക്കാരൻ കാറ് വാങ്ങി, അതിനേക്കാൾ നല്ല കാറ് വാങ്ങണം, ബൈക്ക് വാങ്ങണം, മത്സരിച്ചിട്ടുണ്ട്. അപ്പുറത്തെയാൾ അവരുടെ മകളെ നീറ്റിന് എൻട്രൻസിന് ചേർത്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്, എന്റെ മകളെയും അങ്ങനെ മത്സരിപ്പിച്ച് പഠിപ്പിക്കണം, മത്സരിച്ചിട്ടുണ്ട്. ദീനിന്റെ കാര്യത്തിൽ, അല്ലെ, മത്സരം ഉണ്ടായിട്ടുണ്ടോ? പെരുന്നാളിന് അവർ 2 ഡ്രസ് എടുത്തിട്ടുണ്ട്, അല്ലെ? എനിക്കൊരെണ്ണേ ഉള്ളൂ എന്ന വേദനയോടുകൂടി ചിന്തിക്കുന്ന നമ്മളോട് ഇസ്ലാമിന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കുമ്പോ ഈ മനസ്സ് അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ നോമ്പുണ്ടാക്കിയിട്ടുണ്ടോ? സദഖ കൊടുക്കുമ്പോ ഈ മനസ്സുണ്ടായിട്ടുണ്ടോ? എന്റെ സഹോദരൻ കൊടുത്തതിനേക്കാൾ 10 രൂപ കൊടുക്കണമെന്ന മാത്സര്യത്തിന്റെ മനസ്സുള്ളവർ, അവരെ കുറിച്ചാണ് പറയുന്നത്. വഖുലൂബുഹും വജിലത്ത്, അവരുടെ ഹൃദയം ഉൾക്കടലം കൊള്ളും, ഉൾഭയമുണ്ടാകും. അപ്പൊ ആ മത്സരം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദീനിന്റെ മാർഗത്തിൽ, അള്ളാന്റെ ദീനിന് വേണ്ടി, അള്ളാന്റെ ഭവനങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ മദ്രസകൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി, അയൽവക്കക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സക്കാത്തിന് വേണ്ടി, സ്വതക്കക്ക് വേണ്ടി മത്സരിക്കാനുള്ള മനസ്സുണ്ടായിട്ടുണ്ടോ? അല്ലെ? അവരെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും ഓടിയെടുക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് മത്സരത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് എങ്ങനെയാണ്? രണ്ട് പദമാണ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. വേഗത്തിൽ പോകണം. അറബിയിൽ ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം. എന്നവര് പറയും, വേഗം പോടാ എന്ന് പറയാൻ വേണ്ടിയാണ്. വേഗം പോണം, സുറ എന്ന് പറയും. ആ പദമാണ് പാപമോചനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് വേഗം ഓടിപ്പോകുന്നതിന്റെ കഥയറിയോ? ദുനിയാവിന് വേണ്ടി നെട്ടോട്ടമോടുന്നതിനിടയിൽ സ്വർഗത്തിലേക്ക് ഓടിപ്പോകാനുള്ള ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു ആത്മീയതയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അല്ലെ? ആ ചിന്ത നമുക്കുണ്ടാകണം. വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ. അല്ലെ? സാബിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസാബഖ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ എന്നാണ്. ഓട്ട മത്സരത്തിനാണ് അറബി ഭാഷയിൽ, അല്ലെങ്കിൽ കായിക മത്സരത്തിനാണ് മുസാബഖ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, അല്ലെ, മത്സരിക്കാൻ എപ്പോഴെങ്കിലും പരിശുദ്ധ റമദാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എത്ര റമദാനായി?
ജീവിതത്തിൽ എത്ര റമദാൻ നമുക്ക് കിട്ടി? അള്ളാഹുവിന്റെ റസൂലിനേക്കാളും സഹാബികളെക്കാളും റമദാൻ ജീവിതത്തിൽ അനുഭവിച്ച നമ്മളോട് അല്ലെ എപ്പോഴെങ്കിലും അങ്ങനെ മത്സരിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ലെങ്കിൽ അല്ലെ ഇനിയും നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. എപ്പോഴാണ് ഉള്ളുകൊള്ളുന്ന പ്രാർത്ഥനയായി ഇത് പുറത്തു വരിക? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ അന്നാ. പടച്ചവനെ വിട്ടുവീഴ്ച ചെയ്യണം. ദുനിയാവിന് വേണ്ടി മത്സരിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ദീനിന് വേണ്ടി മത്സരിക്കാനുള്ള ഒരു മനസ്സ് അല്ലാഹുവേ നീ എനിക്ക് നൽകണം. പാപമോചനത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ. കാരണം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു വളർന്ന തലമുറ ആരുടെ തലമുറയാണ്? സിദ്ദീഖുൽ അക്ബറിന്റെ തലമുറയാണ്. സിദ്ദീഖുൽ അക്ബർ എന്ന് പറയുന്ന പിതാവിനെ കണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ വളർന്നത്. സിദ്ദീഖുൽ അക്ബർ അള്ളാഹുവിന്റെ മാർഗത്തിൽ മത്സരിച്ച വിശ്വാസിയാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പോ അല്ലെ റസൂൽ ചോദിക്കുന്നുണ്ട് ഒരിക്കൽ. ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ റസൂൽ ഓരോരുത്തരോടും ചോദിക്കും, ഇന്ന് നോമ്പെടുത്തവരാരാണ്? അല്ലെ സിദ്ദീഖുൽ അക്ബർ കൈവക്കും. ഇന്ന് സ്വതക്ക കൊടുത്തവരാരാണ്? അപ്പോഴും സിദ്ദീഖുൽ അക്ബർ കൈവക്കി. ഇന്ന് രോഗിയെ സന്ദർശിച്ചതാരാണ്? അപ്പോഴും സിദ്ദീഖുൽ അക്ബറിന് കൈവക്കാനുണ്ട്. ഇങ്ങനെ ഓരോ പുണ്യം ചോദിക്കുമ്പോഴും അള്ളാന്റെ റസൂൽ ഒരു ദിവസത്തെ പുണ്യം ചോദിച്ചപ്പോ എല്ലാത്തിലും കൈവക്കിയ സിദ്ദീഖുൽ അക്ബറിനോട് റസൂല് പറഞ്ഞു, ഈ നന്മകളൊക്കെ സ്വർഗത്തിന്റെ നന്മയാക്കി അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ സിദ്ദീഖുൽ അക്ബറിന്റെ ആഗ്രഹം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂലെ, സ്വർഗത്തിന്റെ എല്ലാ വാതിലിലും കൂടി പ്രവേശിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുമോ? അല്ലെ, എന്തൊരാഗ്രഹമാണ് നമുക്കൊക്കെ ഉണ്ടാകണ്ടേ? നമുക്കുണ്ടാകേണ്ട ആഗ്രഹം എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കടന്നുകൂടണം എന്ന ചിന്തയല്ലേ? അല്ലെ, എങ്ങനെയെങ്കിലും ഒന്ന് കടന്നുകൂടിയാൽ മതി എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നും ഖുർആനിൽ നിന്നും ഇസ്ലാം കണ്ടെത്തിയ അബൂബക്കർ പറയാണ്, സ്വർഗത്തിലെ എല്ലാ വാതിലിലും കൂടി കടക്കണം. നമുക്ക് ആ ചിന്ത ഉണ്ടാകും. അപ്പോഴാണ് ബക്കിംഗ്ഹാം പാലസിൽ പോകാൻ ചാൻസ് കിട്ടി. അല്ലെ, അപ്പം വിചാരിക്കൂലേ എല്ലാ വാതിലിൽ നിന്നും ഒരു സെൽഫി എടുക്കണം, എന്നിട്ട് സ്റ്റാറ്റസ് ഇടണം. അല്ലെ, ഇത് നമ്മുടെ സ്വപ്നമല്ലേ? ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ സിദ്ദീഖുൽ അക്ബർ റസൂലിനോട് ചോദിക്കുകയാണ്. അപ്പൊ റസൂൽ പ്രാർത്ഥിച്ചു, എല്ലാ വാതിലിലൂടെയും സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ സിദ്ദീഖുൽ അക്ബറിനെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റി വീണു. ആ സിദ്ദീഖുൽ അക്ബറിനോട് മത്സരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ചെലവഴിക്കാൻ പറഞ്ഞപ്പോ അൽയൗമ അസ്ബത അബൂബക്കർ, വീട്ടിൽ വെച്ച് ഉമർ ദൃഢനിശ്ചയം എടുക്കുകയാണ്, ഇന്ന് ഞാൻ ഉമറിന് അബൂബക്കറിനെ പരാജയപ്പെടുത്തും. അല്ലെ, എന്തിലാണ്? കല്യാണം നടത്താനല്ല, ഇഫ്താർ നടത്താനല്ല, വീട് മോടി പിടിപ്പിക്കാനല്ല, കാർ വാങ്ങാനല്ല, ബൈക്ക് വാങ്ങാനല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ റസൂല് പറഞ്ഞപ്പോ വീട്ടിൽ വെച്ച് ഉമർ തീരുമാനിക്കുകയാണ്, ഇന്ന് ഞാൻ അബൂബക്കറിനെ പരാജയപ്പെടുത്തും, തോൽപ്പിക്കും. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ A+ കിട്ടിയവനായി, 1ാം റാങ്കുകാരനായി ഉമർ മടങ്ങി വരും. അല്ലെ, അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന പകുതി സ്വത്തുമായി 2.5% സക്കാത്തിനെ കുറിച്ച് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന നമ്മളോട് വീട്ടിലുള്ള പകുതി സ്വത്തുമായി റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൺമുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ദീനിനു വേണ്ടി ചെയ്യാൻ പറഞ്ഞ അമലുകൾ സദഖക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്, താങ്കൾ ഇതെടുത്തോ? അപ്പൊ ഉമറിനോട് റസൂൽ ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക യാ ഉമർ, എന്താണ് ബാക്കി വീട്ടിൽ വെച്ചിട്ടുള്ളത്? റസൂലിനോട് ഉമർ പറഞ്ഞു, പകുതി സമ്പത്ത് വീട്ടിലുണ്ട്, ഇത്ര തന്നെ പകുതി എന്റെ കുടുംബത്തിന് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അല്ലെ, ഉമറിന്റെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടായി. റസൂൽ പ്രാർത്ഥിച്ചു ഉമറിന് വേണ്ടി. കുറച്ചു കഴിഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ വരികയാണ്. വലിയ സമ്പത്തുമായിട്ടാണ് വരുന്നത്. എല്ലാം കൊണ്ടുവന്ന് റസൂലിന്റെ മുമ്പിൽ വെച്ചു. ഇജറ കഴിഞ്ഞു വന്ന് എല്ലാം ഉപേക്ഷിച്ചവർ മദീനയിൽ നിന്ന് സമ്പാദിച്ചതും ഇസ്ലാമിന്റെ ദീനിനു വേണ്ടി കൊണ്ടുവന്ന് വെക്കുകയാണ്.
റസൂൽ ചോദിച്ചു, മാ അബ്ഖൈത യാ അബൂബക്കർ ലി അഹ്ലിക്, കുടുംബത്തിന് വേണ്ടി എന്താണ് ബാക്കി വെച്ചത് അബൂബക്കറെ? അബൂബക്കറിന്റെ മറുപടി, അല്ലാഹു വ റസൂലുഹു ഫഖത്ത്, അല്ലാഹും റസൂലും ബാക്കിയുണ്ട്. റസൂലേ, അല്ലാഹുണ്ട് ബാക്കി, റസൂലുണ്ട്. എന്തെങ്കിലും സദഖ കൊടുക്കുമ്പോ അഹങ്കാരത്തിന്റെ അംശമുണ്ടാകുമ്പോ ഓർക്കേണ്ട ചരിത്രമാണ് അല്ലെ? അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, പടച്ചവനെ പുറത്തു തരണം. ദീനീ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് അഹങ്കാരം, അഹമ്മദി, അഹംബോധമുള്ളവരായി പടച്ചവനെ ഞാൻ മാറിപ്പോകുന്നെങ്കിൽ അല്ലേ? അതിൽ മാത്രമല്ലല്ലോ ഇവരുടെ മാതൃക എന്ന് പറയുന്നത്. സിദ്ദീഖുൽ അക്ബറും ഉമറും മത്സരിച്ചു. എന്നിട്ട് അബൂബക്കറിന്റെ മുമ്പിൽ ഇങ്ങനെ പരാജയപ്പെട്ട ബോധത്തിൽ നിൽക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബൂബക്കറിനെ നോക്കി ഒട്ടും വിദ്വേഷമില്ലാതെ, ഈഗോ ഇല്ലാതെ, അല്ലെ, ഒരു ദേഷ്യവും ഇല്ലാതെ അബൂബക്കറിനോടുള്ള ആദരവോടുകൂടി ഉമർ പറയാണ്, അബൂബക്കറിന്റെ ഒരു രാത്രി പോലും, ഒരു ദിവസം പോലും ഉമറേ നിന്റെ ജീവിതം പോലെയാകില്ല. അല്ലെ, അബൂബക്കറിന്റെ ഒരു ദിവസമാകാൻ ഉമറിന്റെ ജീവിതത്തിന് സാധ്യമാവുകയില്ല എന്ന് അബൂബക്കറിനോട് മത്സരിച്ച ഇസ്ലാമിന്റെ പ്രവാചകന്റെ രണ്ടാമത്തെ ഉത്തരാധികാരി ഉമർ. അല്ലെ, ഒരു ഈഗോ ഇല്ല. ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോ മറ്റവനെ പരാജയപ്പെടുത്തണമെന്ന ബോധമുണ്ടാകുമ്പോഴും അല്ലെ, മനസ്സിൽ വിദ്വേഷമുണ്ടാകുന്ന നമ്മളോട് ഇസ്ലാമിന്റെ മാർഗത്തിൽ മത്സരിച്ചവർ, സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചവർ, സ്വർഗീയ ജീവിതത്തിന്റെ മനോഹരമായിട്ടുള്ള സ്വഭാവങ്ങൾ കൂടി കാഴ്ചവെച്ചു എന്ന് തിരിച്ചറിയുമ്പോഴാണ് അല്ലെ, അപ്പോഴാണ് നമ്മുടെ ഈ സംഘടനകൾ തമ്മിലുള്ളതൊക്കെ ഈ ഈഗകളുണ്ടല്ലോ, ഉലമാക്കളും പണ്ഡിതന്മാരും അല്ലെ ഒക്കെ തമ്മിലുള്ള ഈഗകളുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടി ഈഗകൾ വെച്ച് പുലർത്തുന്ന നമ്മളോട് നമ്മൾ റളിയല്ലാഹു അൻഹും എന്ന് പറയുന്ന ആരുടെ സ്വർഗമാണ് നമ്മൾ ചോദിക്കുന്നത്? ആ സ്വർഗമുണ്ടല്ലോ, അത് ഇത്തരം ഈഗകളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയ, എന്നിട്ടും അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന് പ്രാർത്ഥിച്ചവരുടെ ദീനാണ്. അല്ലെ, കളിയല്ലത്, അല്ലെ, തമാശയല്ലത്, പരിഹാസമാകാൻ പാടില്ല, കോപ്രായമാകാൻ പാടില്ല. ദീനീ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് അല്ലെ, ഇത് ആദർശ പുരുഷന്മാരുടെ മാർഗത്തിൽ കയറി നിൽക്കുകയാണ് എന്ന ബോധമുണ്ടാകണം. ആ ബോധം ഉണ്ടാകുമ്പോഴാണ് ഈ ഉലമാക്കളും അതുപോലെ തന്നെ മതസംഘടനകളും ഇസ്ലാമിക മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തമ്മിലുള്ള ഈ മത്സരം അവസാനിക്കുക. കിടമാത്സര്യത്തിന്റെ ദുഷ്ടചിന്തകൾ അവസാനിച്ച് ഉമറിന്റെ ജീവിതം അബൂബക്കറിന്റെ ഒരു ദിവസത്തിന് തുല്യമാവുകയില്ല എന്ന്, അബൂബക്കറിന്റെ മുമ്പിൽ ഉമർ പരാജയപ്പെട്ടു എന്ന് സ്വന്തം ജീവിതം എഴുതിവെച്ച, അല്ലെ, ഞാൻ തോറ്റു എന്ന് ഞാൻ തന്നെ എഴുതിവെച്ച ചരിത്രം സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുമ്പോഴാണ് ഉണ്ടാകുക. അബൂബക്കറിന്റെ മുമ്പിൽ ഉമർ തോറ്റു എന്ന് സ്വന്തം മകനോട് ഉമർ പറഞ്ഞ ആ അക്ഷരങ്ങളുണ്ടല്ലോ, അറബിയിലെ അക്ഷരങ്ങൾ, ഹദീസുകൾ എന്ന പേരിൽ നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ വായിക്കുകയാണ്. അല്ലെ, ഉമർ തോറ്റുപോയി അബൂബക്കറിന്റെ മുമ്പിൽ. ഈ തോൽവി ഇസ്ലാമിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാനുള്ള വിജയമാണ് അല്ലെ എന്ന ബോധമുണ്ടായത്. എന്നിട്ട് ഉമർ ചോദിച്ചു, അങ്ങനെ മത്സരിച്ച അബൂബക്കറിനോട് മത്സരിച്ച് അല്ല, അള്ളാന്റെ മാർഗത്തിൽ വീണ്ടും മുന്നേറിയ ഉമർ ഒരു റസൂലുള്ളാഹി മരിച്ചതിന് ശേഷം മുനാഫിക്കുകളെ കുറിച്ച് അറിയാവുന്ന ഒരു സഹാബിയോട് ചോദിച്ചു, അല്ലെ, ഹുദൈഫത്ത് ബിനുൽ യമാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മുനാഫിക്കുകളെ കുറിച്ച് റസൂൽ വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് മുനാഫിക്കുകൾ. റസൂല് പറഞ്ഞു കൊടുത്തു, രഹസ്യമാണ്, ആരോടും പറയാൻ പാടില്ല. അല്ലെ, അപ്പൊ ആളുകൾ ഇങ്ങനെ നോക്കും, മയ്യത്ത് നിസ്കരിക്കുമ്പോ ഹുദൈഫത്തുൽ യമാനി ഉണ്ടോ? അപ്പൊ ചില ആളുകളുടെ മയ്യത്ത് നിസ്കാരത്തിൽ ഹുദൈഫത്തുൽ യമാനി ഇല്ല. ഒരാളുടെ നിസ്കാരത്തിൽ ഹുദൈഫത്തുൽ യമാനിയെ കാണാതെയായപ്പോൾ ഉമറിന് കാര്യം മനസ്സിലായി. ഉമർ ഹുദൈഫത്തുൽ യമാനിയുടെ വീട്ടിൽ പോയി. അല്ലെ, എന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ പേരുകളുണ്ടല്ലോ, ആ പേരിൽ ഉമറിന്റെ പേരുണ്ടോ? അല്ലെ, ആരാ ചോദിക്കുന്നു? കപടവിശ്വാസിയുടെ ലിസ്റ്റിൽ ഉമറുണ്ടോ? അല്ലെ, ചോദിക്കണ്ടേ? റമദാനിൽ
കപടവിശ്വാസികളുടെ ലിസ്റ്റിൽ ഫിറോസ് ഉണ്ടോ? ഞാൻ ചോദിക്കണ്ടേ? നമ്മൾ ഓരോരുത്തരും ചോദിക്കണ്ടേ? ആരാ ചോദിച്ചത്? ഹുദൈഫത്ത് ഇബ്നുൽ യമാനി പറഞ്ഞു, ഇല്ല, താങ്കളില്ല. ഇനി മറ്റാരോടും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ രഹസ്യം ഞാൻ പറയൂല. അല്ലെ, അള്ളാഹിന്റെ റസൂൽ പറയരുതെന്ന് പറഞ്ഞതാണ്. ഉമറിന്റെ നെരിപ്പോട് മനസ്സിൽ നിന്നുള്ള ഉള്ളുകൊള്ളുന്ന ചോദ്യമായതുകൊണ്ട് ഉമറെ താങ്കളില്ല എന്ന് അല്ലെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ രഹസ്യം പറഞ്ഞു കൊടുത്തു. അല്ലെ, എന്നിട്ടും ഈമാനിന്റെ മാർഗത്തിൽ ജീവിച്ചവർ. അങ്ങനെയാണ് നമ്മൾ റമദാൻ കഴിഞ്ഞാലും ഈ മാർഗത്തിൽ ജീവിക്കേണ്ടത്. ഇവരുടെ മാർഗമാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ ജീവിക്കാൻ കഴിയണം. കാരണം എന്താണ്? അല്ലെ, ഇവര് പിൻപറ്റിയ ഇവരുടെ മാതൃകാ പുരുഷൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് യാ റബ്ബൽ ആലമീൻ. അല്ലേ, റസൂൽ പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, എന്റെ കൽബുകളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, ദീനിന്റെ മാർഗത്തിൽ എന്റെ കൽബിനെ നീ പിടിച്ചു നിർത്തണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഖുർആൻ ലൈലത്തുൽ ഖദ്റിൽ കേട്ട റസൂൽ. അല്ലേ, ജിബ്രീലിനെ കണ്ട് വിശുദ്ധ ഖുർആൻ ജിബ്രീലിന് ഓതിക്കൊടുത്ത ലൈലത്തുൽ ഖദ്റിൽ ജിബ്രീലിനെ കണ്ട റസൂൽ. ആ റസൂൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോനെ, നീ ഹൃദയങ്ങളെ അട്ടിമറിക്കുന്നവനാണ്, മാറ്റിമറിക്കുന്നവനാണ്. ദീനിന്റെ മാർഗത്തിൽ നീ പടച്ചോനെ, നീ എന്നെ പിടിച്ചു നിർത്തണം. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമ്മൾ കണ്ടിട്ടുള്ളൂ, നമ്മൾ ഓതിയിട്ടുള്ളൂ. ആ ജിബ്രീലിനെ കണ്ട സ്വർഗത്തിലേക്ക് വന്നു പോകാൻ പോകുന്ന സാരഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ജിബ്രീലിനെ ലൈലത്തുൽ ഖദ്റിൽ നേരിട്ട് കണ്ട് ഇത്തിഖാഫിരിക്കുന്ന പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടിയ പ്രാർത്ഥന എന്താണ്? ദീനിന്റെ മാർഗത്തിൽ പടച്ചോനെ, നീ ഞങ്ങളെ പിടിച്ചു നിർത്തണം. അല്ലേ, പ്രാർത്ഥിക്കണ്ടേ? അങ്ങനെ പ്രാർത്ഥിച്ചാലാണ് നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെടുക. അല്ലെ, ശവ്വാലോടുകൂടി ഇസ്ലാം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചല്ല, 27 രാവോടുകൂടി എല്ലാ ഖിയാമുൽ ലൈലും അവസാനിച്ചു എന്ന് തീരുമാനിക്കുന്നിടത്തല്ല. അല്ലെ, സലാമുൻ എന്ന് പറയുന്നത് ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ സമാധാനം നമുക്ക് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സബ്ബിത്നാ. അല്ലെ, അള്ളാഹുവേ, ഞങ്ങളെ നീ പിടിച്ചു നിർത്തണം. ഈ പ്രാർത്ഥന പുതിയ കാലത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. അല്ലെ, എവിടെന്നാ കേൾക്കുന്നത്? പടച്ചോനെ, സബ്ബിത് അലൈനാ അഫ്രി അലൈനാ സബ്റൻ വസബ്ബിത് അഖദാമനാ. അല്ലെ, പടച്ചോനെ, നീ ഞങ്ങളെ ക്ഷമ തരണം, നിന്റെ മാർഗത്തിൽ പിടിച്ചു നിർത്തണം. പുതിയ കാലത്ത് ഈ പ്രാർത്ഥന കൂടുതലായി കേൾക്കുന്നത് അങ്ങ് ഫലസ്തീനിൽ നിന്നാണ്. അല്ലെ, അവര് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിർത്തണം. അല്ലേ, അബൂബക്കറിനോട് ഉമറിനോട് നമ്മൾ താരതമ്യം ചെയ്യണ്ട. നമ്മുടെ കാലത്ത് ജീവിക്കുന്ന ഫലസ്തീനികളോട് താരതമ്യം ചെയ്താൽ മതി. അല്ലെ, എന്താണ് അവർ ദീനിന് കൊടുത്തത്? നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട് ബാക്കി എന്ന് ചോദിച്ചാൽ സിദ്ദീഖുൽ അക്ബറിന് അല്ലാഹുവും റസൂലുണ്ട്, ഉമറിന് പകുതി സ്വത്തുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ പുതിയ കാലത്ത് പടച്ചവനെ വീട് പോലും ബാക്കിയില്ല എന്ന് പറയുന്ന ഫലസ്തീനി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അഫ്രി അലൈനാ സബ്റൻ വസബ്ബിത് അഖദാമനാ. പടച്ചോനെ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ പിടിച്ചു നിർത്താൻ സബർ പടച്ചോനെ നീ പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം. നോമ്പൊടിച്ച് പട്ടിണി കിടന്നതിനെ കുറിച്ചാണ് വലിയ ത്യാഗമായി നമുക്ക് തോന്നുന്നതെങ്കിൽ 17 രാവിൽ നമ്മൾ ആടിനെ അറുത്ത് ബദരീങ്ങളുടെ 313 ആടുകളെ അറുത്ത് നല്ല കുശാലായി തിന്നുമ്പോ ഫലസ്തീനിൽ 300ഓളം ആളുകളുടെ തലയിൽ ബോംബിട്ട് ഒരു മാതാവ് വന്ന് പുറത്തു വന്നിട്ട് പറഞ്ഞല്ലോ, എന്റെ മക്കള് അത്താഴം കഴിക്കാതെയാണ് നോമ്പ് പിടിച്ചത്. അത്താഴം കഴിക്കാതെ നോമ്പ് പിടിച്ച വീട്ടിലൊന്നും ഉണ്ടായില്ല. അല്ലെ, അത്താഴം കഴിക്കാൻ വീട്ടിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് അത്താഴം കഴിക്കാതെ നോമ്പെടുത്ത എന്റെ മക്കൾ, അവരുടെ തലയിലാണ് യഹൂദ പിശാചി ബോംബിട്ടത് എന്ന് പറഞ്ഞ് കരഞ്ഞ മാതാവ്. അത്താഴം കഴിക്കാനും നോമ്പ് തുറക്കാനും ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല എന്ന് പറയുന്ന ഫലസ്തീനി അവരാണ് പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ സബ്ബിത് അഖദാമനാ,
ദീനിന്റെ മാർഗത്തിൽ ഞങ്ങളെ പിടിച്ചു നിർത്തണം. അല്ലാഹുവേ, ദീനിന്റെ മാർഗത്തിൽ നീ ഞങ്ങളെ പിടിച്ചു നിർത്തണം. അവിടുത്തെ വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, രക്തസാക്ഷിയായ യഹ്യാ സിൻവാർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചവരെന്ന് നിങ്ങൾ പറയാൻ പാടില്ല, അവർ ജീവിച്ചിരിക്കുകയാണ്. അതിൽ അഹിയ എന്ന് പറയുന്ന പേരുള്ള യഹ്യാ സിൻവാർ. ഫലസ്തീനികൾ മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി പോരാടി. നിങ്ങളിന്ന് പത്രം വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഇരുഹറമിലും കൈകൾ ഉയർത്തി 27 രാവിന്റെ പ്രാർത്ഥനകൾ ഇരുഹറമിലും ഉണ്ടായി എന്ന് പറഞ്ഞ ആ ഇരുഹറമുണ്ടല്ലോ, അതിൽ ഒരു ഹറം വിട്ടുപോയിട്ടുണ്ട്. അവിടെ ഇത്തികാഫില്ല, പ്രാർത്ഥനകളില്ല. എന്തേ വാർത്തയില്ലാത്തത്? പത്രത്തിൽ വാർത്തയുണ്ടോ? 3ാമത്തെ ഹറം അവിടെ ഇത്തികാഫുണ്ടോ? ആ ഹറമിന് വേണ്ടി ജിഹാദ് നടത്തുന്ന മനുഷ്യർ, എന്നെയും നിങ്ങളെയും പോലെയുള്ള ലോക മുസ്ലിങ്ങളെ പാപികളാക്കാതിരിക്കാൻ വേണ്ടി പോരാടുന്ന ഫലസ്തീനികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇഫ്താറുകൾ, നമ്മുടെ അത്താഴം, നമ്മുടെ വിഭവസമൃദ്ധമായിട്ടുള്ള എല്ലാ ഭക്ഷണവും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ചോദ്യമായി എല്ലാ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. അല്ലെ, നമുക്ക് വേണ്ടിയാണ് അവർ പോരാടുന്നത്. മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടിയാണ്. അവിടെ ഇത്തികാഫ് ഉണ്ടാകേണ്ടതല്ലേ? ഇരുഹറമിലെ ഇത്തികാഫിനെ കുറിച്ച്, ഇരുഹറമിലെ ഖിയാമുൽ ലൈലിനെ കുറിച്ച്, ഇരുഹറമിലെ പ്രാർത്ഥനകളെ കുറിച്ചല്ലേ നമുക്ക് വാർത്തകൾ ഉള്ളത്. ഇസ്ലാമിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർക്ക് നേതൃത്വം നൽകി നമസ്കരിച്ച മസ്ജിദുൽ അഖ്സയുടെ അവിടുത്തെ ഇത്തികാഫ് എവിടെ? അവിടെ ഖിയാമുൽ ലൈലുണ്ടോ? അവിടുത്തെ പ്രാർത്ഥനകൾ എവിടെ? നമ്മുടെ പള്ളികളിൽ ചെറുപ്പക്കാർ ഇത്തികാഫിനായി ഒരുമിച്ച് കൂടുമ്പോ മസ്ജിദുൽ അഖ്സയിൽ ചെറുപ്പക്കാർക്ക് പ്രവേശനം നിഷേധിക്കുന്ന ജൂതന്മാരുടെ കയ്യിലാണ് ഹറമുള്ളത്. വേദന ഉണ്ടോ? ഉള്ളുകൊള്ളുന്ന മനസ്സോടുകൂടി പ്രാർത്ഥിക്കേണ്ട അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ അന്നാ. പടച്ചോനെ, പുറത്തു തരണം. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ എന്റെ മനസ്സ് സാധിച്ചിട്ടില്ല. എന്റെ വീട്ടിലിപ്പോഴും അവന്റെ ഉൽപ്പന്നങ്ങളെ വെച്ചുകൊണ്ട് ഞാൻ പൂജിക്കുകയാണ്. അല്ലേ, അതാലോചിക്കുമ്പോ പ്രാർത്ഥിക്കണ്ടേ? അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ അന്നാ. അല്ലെ, നമ്മൾ കണ്ണീരോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. കണ്ണിൽ നിന്ന് ചോര വീഴുന്ന മക്കളെയും കുടുംബാംഗങ്ങളെയും കണ്ട് ഇന്നത്തെ മാധ്യമം വായിച്ചില്ലേ? ഒരു ഹമാസ് വക്താവിന്റെ വീട്ടിൽ നിന്ന് 6 പേരാണ് ഷഹീദായത്. മറ്റൊരു കുടുംബത്തിൽ നിന്ന് 4 ആളാണ് ഷഹീദായത്. ഒരു പ്രിയപ്പെട്ട മകൻ അല്ലാഹുവിലേക്ക് പോയതിനെ കുറിച്ച് ആലോചിച്ച് ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ കരയുന്ന പ്രിയപ്പെട്ട ഉപ്പ പോയതിനെ കുറിച്ച്, ഉമ്മ പോയതിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളോട് എന്നും പലസ്തീനിലെ വാർത്തകൾ പറയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 6 പേർ രക്തസാക്ഷികളാവുകയാണ് മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി, പ്രവാചകന്മാരുടെ ഭൂമിക്ക് വേണ്ടി. ഇത്തരം ആളുകളുടെ പ്രാർത്ഥനകളിലാണ് പുതിയ കാലത്ത് നമ്മൾ പങ്കാളികളാകേണ്ടത്. നമ്മുടെ മക്കളെയും ചേർത്ത് നിർത്തേണ്ടത് ഫലസ്തീനികളിലെ ഈ തലമുറകളോടാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ ഖു അൻഫുസകും വഅഹ്ലീകും നാറ. നരകത്തെ തൊട്ട് നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണം പടച്ചോനെ. അല്ല, എന്നെ മാത്രമല്ലല്ലോ, എന്റെ കാര്യം മാത്രമല്ല അള്ളാഹ് പരമേൽപ്പിച്ചിട്ടുള്ളത്, എന്റെ മക്കളുടെ കാര്യവും പരമേൽപ്പിച്ചിട്ടുണ്ട്. അല്ലെ, ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഖിയാമുൽ ലൈലിൽ വന്നപ്പോ പേരക്കുട്ടികളുടെയും മക്കളുടെയും ഒക്കെ കൈപിടിച്ച് വരാൻ, പള്ളിയിൽ വരാൻ റസൂലിന്റെ സുന്നത്തുണ്ടല്ലോ. ശ്രമിച്ചിട്ടുണ്ടോ? കുട്ടികളെ വിളിച്ചുണർത്തി, കുടുംബക്കാരെ വിളിച്ചുണർത്തി എന്നാണ്. വിളിച്ചുണർത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഹിദായത്ത് കൊണ്ട്, ഹിദായത്തിന്റെ പ്രകാശം കൊണ്ട് വീടിൽ സലാം ഉണ്ടാക്കിയ, ലൈലത്തുൽ ഖദ്റിന്റെ സലാം ഉണ്ടാക്കിയ സലാം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ടാകാൻ മലായിക്കത്തുകൾ ഇറങ്ങി വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ, ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് മടങ്ങാൻ സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് ഒന്നാമതായി ഞാൻ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കുക, പടച്ചോനെ പരിശുദ്ധ റമളാൻ കൊണ്ട് നമ്മുടെ തലമുറകൾ, നമ്മൾ കുടുംബങ്ങൾ എല്ലാവരും രക്ഷപ്പെടണം, നമ്മുടെ നാട് രക്ഷപ്പെടണം, മയക്കുമരുന്നിൽ നിന്ന്, കൊലപാതകങ്ങളിൽ നിന്ന്,
അധാർമികതകളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് പടച്ചവനെ ഞങ്ങളുടെയൊക്കെ മക്കളെയും തലമുറകളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം തമ്പുരാനെ. സലാം ദുനിയാവിലും ആഖിറത്തിലും നേടിയെടുക്കുന്ന അനുഗ്രഹീതരായിട്ടുള്ള ആളുകളിൽ പടച്ചവനെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം. ഞങ്ങളുടെ നോമ്പും സക്കാത്തും സദഖയും ഖിയാമുൽ ലൈലും തറാവീഹും ഇഅ്തികാഫും അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. പടച്ചവനെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ ആഡംബരവും അഹങ്കാരവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്തു തരണം. ഞങ്ങളുടെ സഹോദരങ്ങളായിട്ടുള്ള ഫലസ്തീനികളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ അവർക്ക് നീ മോചനം നൽകണം റഹ്മാനെ. നിന്റെ ഹറമായിട്ടുള്ള മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി പോരാടുന്ന ആ സമൂഹത്തെ നീ സഹായിക്കണം റഹ്മാനെ. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സും വികാരവും പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അവർക്കൊക്കെ എതിരായി നിലകൊള്ളാനുള്ള മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ജീവിക്കാനും മരിക്കാനും നീ അവരെ പോലെ ഞങ്ങൾക്കും ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാകണം. പടച്ചവനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസ്സാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദം വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.